ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 100 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് അലക്സാണ്ടർ കൊയ്ഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആ ഒരു രീതിയിലൊക്കെ കളിപ്പിക്കാനാണ് മെയിനായിട്ട് കൊണ്ടുവന്നത്. അതായത് സെൻട്രൽ ബാക്കിൻ്റെ കൂടെ തന്നെ ഈ ഒരു പൊസിഷനോടെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോൾ നോക്കുകയാണെങ്കിൽ അത്ര മികച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, അതിൻ്റെ പാസിങ് വളരെ മോശമാണ്. ഇപ്പോൾ ലോങ് പാസ് ആണെങ്കിലും ലോഫ്റ്റഡ് പാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഷോർട്ട് പാസിങ് ആണെങ്കിലും എല്ലാം കുറച്ച് ഭയങ്കര വീക്കായിട്ടാണ് തോന്നുന്നത്. സോ അദ്ദേഹം ആ ഒരു രീതി നല്ലവണ്ണം ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ഇന്ത്യയിലേക്ക് വന്ന് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഒരു ക്വാളിറ്റി പ്ലെയറാണ്. ഫ്രഞ്ച് ലീഗ് 2 എന്നൊക്കെയാണ് വരുന്നത്. സോ ഉറപ്പായിട്ടും ആ ഒരു ക്വാളിറ്റി അദ്ദേഹം കാണിക്കണം. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു സെൻറ്റർ ബാക്കായിട്ട് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കുറച്ചുകൂടെ നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, ഇന്ത്യൻ പ്ലേയേഴ്സിനെ ആണെങ്കിലും ഒരു ആ പൊസിഷൻ കളിക്കാൻ വേണ്ടി നല്ലൊരു പ്ലെയറിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ ക്വാമി പെപ്രയൊക്കെ ഒന്ന് പിൻവലിച്ച് ഒരു മിഡ്ഫീൽഡ് കളിക്കുന്ന ഒരു പ്ലെയറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ എന്തായാലും അലക്സാണ്ടർ കൊയ്ഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് പനിങ്ങലിലാണ് എന്ന് തന്നെ പറയണം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും അദ്ദേഹം ഉയർന്നിട്ടില്ല. ഒരു പ്ലെയറിന് 4 വയസ്സൊക്കെ മതി അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് കാണിക്കാൻ. ഇപ്പോൾ ഹീസ സിമിനസ് ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി അദ്ദേഹം കാണിച്ചു. 4 മാച്ച് അത്യാവശ്യം ഒരു സ്റ്റാർട്ടിൻ്റെ ആ ഒരു പ്രശ്നം അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് പണിക്കാണോ കൊണ്ടുവന്ന ആ ഒരു ഡ്യൂട്ടി അദ്ദേഹം ആ ഒരു നിലയിൽ ചെയ്യുന്നുണ്ട്. ബട്ട് കൊയ്ഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നം തന്നെയാണ്. സോ എന്തായാലും ഈ ഒരു കൊയ്ഫിനെയല്ല നമുക്ക് ആവശ്യം. കുറച്ചുകൂടെ മാർക്കോ ലെസ്കോവിച്ചിൻ്റെ ആ ഒരു രീതിയിലേക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സോ എന്തായാലും അദ്ദേഹം അപ്ഗ്രേഡ് ആകുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ബാക്കിലേക്ക് മാറ്റുക. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു മികച്ച ഫോറിൻ താരം പെപ്ര അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താരത്തിന് പകരം ഒരു മികച്ച മിഡ്ഫീൽഡിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശരിയാക്കി അടുത്ത് വിളിക്കണം. ഗുഡ് ബൈ.